വീണ്ടും വാർത്തകളിലേക്ക്. വന്യതയുടെ കാണാക്കാഴ്ചകൾ സമ്മാനിച്ച് ഗ്രീൻ വാരിയേഴ്സ് കൂട്ടായ്മയുടെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രഫി എക്സിബിഷൻ ശ്രദ്ധ നേടുന്നു. കാനന സൗന്ദര്യത്തിന്റെ മടിത്തട്ടിൽ വിഹരിക്കുന്ന വന്യജീവികളുടെ അപൂർവ ദൃശ്യവിരുന്നൊരുക്കുന്നതാണ് തൃശൂർ ലളിതകലാ അക്കാദമിയിൽ ഒരുക്കിയിരിക്കുന്ന വന്യ എന്ന വൈൽഡ് ലൈഫ് ഫോട്ടോ പ്രദർശനം. പൂമ്പാറ്റ മുതൽ ആനയും സിംഹവും രാജവെമ്പാലയുമൊക്കെ അധിവസിക്കുന്ന ജന്തുലോകത്തെ മികവുറ്റ ഫ്രെയിമുകളിലൂടെ പകർത്തിയിരിക്കുകയാണ് ഓരോ ചിത്രങ്ങളിലും. ഇതുവരെ ആർക്കും പകർത്താനാകാത്ത നിമിഷങ്ങളെ ഓരോ ഫോട്ടോഗ്രാഫർമാരും പ്രകൃതിയുടെ ക്യാൻവാസിൽ ഒന്നിനൊന്ന് മുന്നിട്ടു നിൽക്കുന്ന രീതിയിലാണ് പകർത്തിയിരിക്കുന്നത്. 3 വനിതകൾ ഉൾപ്പെടെയുള്ള 43 വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർമാരുടെ കൂട്ടായ്മയാണ് ഗ്രീൻ വാരിയേഴ്സ്. വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരും ഫോട്ടോഗ്രാഫി പ്രൊഫഷണലുകളും തങ്ങളുടെ തിരഞ്ഞെടുത്ത 65 ചിത്രങ്ങളാണ് പ്രദർശനത്തിന് എത്തിച്ചിരിക്കുന്നത്. കേരളത്തിനകത്തും പുറത്തും വിദേശത്തും എടുത്ത ചിത്രങ്ങളും പ്രദർശനത്തിലുണ്ട്. തങ്ങൾ നേരിട്ട് കാണാൻ ആഗ്രഹിച്ച കാഴ്ചകൾ മുന്നിൽ ഒരുക്കിയപ്പോഴുണ്ടായ സന്തോഷം ഫോട്ടോ പ്രദർശനം കാണാനെത്തിയവരും പങ്കുവച്ചു. മായ്ക്കപ്പെടുന്ന ഹരിതാഭയെ തിരിച്ചുപിടിക്കാനും വരും തലമുറയ്ക്കായി കാത്തുസൂക്ഷിക്കാനും നമ്മൾ ഓരോരുത്തരും പ്രകൃതിയുടെ കാവലാളായി മാറണമെന്ന് ആഹ്വാനം ചെയ്യുക കൂടിയാണ് ഈ ഫോട്ടോ പ്രദർശനം. ലളിതകലാ അക്കാദമിയുടെ തൃശൂർ ആർട്ട് ഗ്യാലറിയിൽ നടക്കുന്ന പ്രദർശനം ഞായറാഴ്ച സമാപിക്കും. കുന്നംകുളം കുറുക്കൻപാറ സെന്ററിന് സമീപം മുള്ളൻ പന്നിയെ ചത്ത നിലയിൽ കണ്ടെത്തി. ഇന്ന് രാവിലെയാണ് നാട്ടുകാർ മുള്ളൻ പന്നിയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. റോഡ് മുറിഞ്ഞു കിടക്കുമ്പോൾ വാഹനമിടിച്ചതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവം നാട്ടുകാർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട്. 8 വയസ്സ് പ്രായവും 40 കിലോയോളം തൂക്കവും വരുന്ന മുള്ളൻ പന്നിയാണ് ചത്തതെന്നാണ് നിഗമനം. ചത്ത മുള്ളൻ പന്നിയുടെ പുറകുവശത്താണ് വാഹനമിടിച്ചിട്ടുള്ളത്. ശരീരത്തിൽ ഉൾപ്പെടെ ഉറുമ്പരിച്ച നിലയിലാണ്. മുള്ളൻ പന്നിയെ നീക്കം ചെയ്യാൻ വൈകിയാൽ ദുർഗന്ധം വമിക്കുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. സംഭവത്തിൽ മുള്ളൻ പന്നിയെ എത്രയും വേഗം നീക്കം ചെയ്യണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നാഷണൽ സർവീസ് സ്കീമിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് ഇതൾ 2023 സംഘടിപ്പിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ സഹായത്തോടെ രക്ഷിതം അടിയന്തര ജീവൻ രക്ഷാ പ്രവർത്തനത്തിൽ പരിശീലനം നടത്തി. സെൻട്രൽ വർക്കിംഗ് കമ്മിറ്റി ഇമേജ് ചെയർമാൻ ഡോക്ടർ ഹരീന്ദ്രനാഥ്, ഡോക്ടർ ജോൺ ജേക്കബ് നെല്ലിശ്ശേരി എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി. കാർഷിക മേഖലയെ വളർത്തുന്നതിനും കർഷകരുടെ അഭിവൃദ്ധിയും ഉന്നമനവും ലക്ഷ്യമാക്കി ഗുരുപ്രഭ കിസാൻ പ്രൊഡ്യൂസർ കമ്പനി പെരിഞ്ഞനം പള്ളിവളവിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇ ടി ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. കാർഷിക രംഗത്തുള്ള ഒരു വലിയ ഇടപെടൽ നടത്തുന്നതിന് വേണ്ടിയാണ് ഇത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും ബോധ്യമുള്ള സംഗതിയാണ്, മറ്റേത് ഒരു സംരംഭം തുടങ്ങിയതിനേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ള ഒന്നാണ് കാർഷിക വൃത്തി സംബന്ധിച്ച് ഒരു പരിപാടി ആരംഭിക്കുക എന്നുള്ളത്. വ്യവസായത്തിൽ ചിലപ്പോൾ ഒരുപാട് മുതൽ മുടക്കും, അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ ചെയ്യുന്ന ഒരുപാട് മറ്റ് IT ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട നിരവധിയായിട്ടുള്ള വ്യവസായ സംരംഭങ്ങൾ. പക്ഷെ ഏത് തരത്തിലുള്ള വ്യവസായ സംരംഭങ്ങൾക്കും ആവശ്യമുള്ളൊരു സംഗതിയാണ് ഭക്ഷണം എന്ന് പറയുന്നത്. അല്ലെ, ഭക്ഷണമില്ലാതെ മറ്റൊന്നുമില്ല. സോപ്പ്, ചീപ്പ്, കണ്ണട, IT ഉപകരണങ്ങൾ, ടെലിഫോൺ, ഏത് തരത്തിലുള്ള മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ, LCD പ്രോജക്റ്റ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാം. അല്ലെ, പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. കമ്പനി ഡയറക്ടർ KK ബാബുരാജൻ അധ്യക്ഷനായി. ഈ നാട്ടിലെ കൃഷി സംബന്ധമായ കൃഷി പ്രോത്സാഹിപ്പിക്കുക, കൃഷിനെ കുറിച്ച് ജനങ്ങൾക്ക് ബോധവൽക്കരണം ഉണ്ടാക്കുക, കൃഷിക്ക് ആവശ്യമായ വിത്തുകളും വളങ്ങളും കീടനാശിനികളും അത് അവരുടെ ഇടയിൽ എത്തിക്കുക. ഇതുപോലെ ഒട്ടേറെ കാര്യങ്ങൾക്ക് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് നാളുകളായി ഇങ്ങനത്തെ ഒരു പരിപാടിയെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ കൃഷിക്ക് വേണ്ടി അനവധി പദ്ധതികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് മുഖ്യാതിഥിയായി. എത്രയൊക്കെ സർക്കാരിന്റെയും കൃഷി വകുപ്പിന്റെയും മറ്റു സഹായങ്ങളും ആനുകൂല്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും കർഷകര് കുറേയേറെയൊക്കെ നഷ്ടത്തിൽ തന്നെയാണല്ലേ. ഇപ്പം നമുക്ക് ഓരോ എടുത്താലോചിച്ചാലും ഇപ്പം തെങ്ങ് കൃഷിയായാലും ഏത് തന്നെയായാലും അല്ലേ വളരെ നഷ്ടത്തിലേക്ക് തന്നെയാണ് പോകുന്നത്.
ആ സാഹചര്യത്തിലാണ് ഇപ്പം ഇവിടെ കർഷകരെ സഹായിക്കുന്ന തരത്തിലുള്ള ഉപകരണങ്ങളായാലും മറ്റു വളങ്ങളും ജൈവ കീടനാശിനി അതേപോലെ അത്യാവശ്യം പലിശ കുറഞ്ഞ നിരക്കിലുള്ള ലോൺ സഹായങ്ങളുമായിട്ടാണ് ഗുരുപ്രഭ ഉദ്ദേശിക്കുന്നത്. വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ, കൃഷി ഓഫീസർ PA നാനു, വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് P പവിത്രൻ, പഞ്ചായത്ത് അംഗം CP ഉല്ലാസ്, കമ്പനി ഡയറക്ടർമാരായ അശോകൻ കാരയിൽ, KK അരവിന്ദാക്ഷൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിലെ മികച്ച കർഷകരായ CP ഉല്ലാസ്, MR നവീൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ആഡംബരത്തിന്റെ അവസാന വാക്കായി മാറാവുന്ന തരത്തിൽ തൃശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും അധികം ഫ്ളാറ്റുകൾ ഒരു കെട്ടിട സമുച്ചയത്തിലുള്ള പാലാട്ടി ബിൽഡേഴ്സിന്റെ ഓർക്കിഡ് ഹൈറ്റ്സ് ഇരിങ്ങാലക്കുടയിൽ ഉദ്ഘാടനം ചെയ്തു. 14 നിലകളിലായി 114 അപ്പാർട്ട്മെന്റുകളുമായി നിർമ്മാണം പൂർത്തിയാക്കിയ ഓർക്കിഡ് ഹൈറ്റ്സിന്റെ ആശീർവാദ കർമ്മവും ഉദ്ഘാടനവും ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ നിർവഹിച്ചു. പാലാട്ടി പ്രൈവറ്റ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇരിങ്ങാലക്കുട പട്ടണത്തിന്റെ വികസനത്തിന് നല്ലൊരു സംരംഭമാണ് ഈ 14 നിലകളിലായിട്ട് ഓർക്കിഡ് ഹൈറ്റ്സ് നിർമ്മിച്ചിരിക്കുന്നത്. എപ്പോഴും പുതിയ പുതിയ സംരംഭങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പട്ടണത്തിന്റെ നാടിന്റെ വികസനത്തിന് വലിയ പങ്കാണ് വഹിക്കുന്നത്. കത്തീഡ്രൽ പരിസരത്ത് പാലാട്ടി ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 2 ഫ്ലാറ്റുകൾ ഉണ്ട് എന്നുള്ളതും നമുക്കറിയാം. അതിൻ്റെ തുടർച്ചയായിട്ട് 3ാമത്തെ ഫ്ലാറ്റാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. പ്രശസ്ത സിനിമാ താരം ടിനി ടോം മുഖ്യാതിഥിയായിരുന്നു. ഞാൻ പാലാട്ടി ഈ കുടുംബത്തിന്റെ അംഗമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നൊക്കെ വളരെ തിരക്കുണ്ടെന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ സാധിക്കാത്തൊരു പരിപാടിയാണ്. കാരണം ഇതിനു മുൻപും ഓർക്കിഡായിരുന്നു അതിൻ്റെ പേര്, ഒലിവ് എന്ന പേരിൽ വർഗീസേട്ടൻ്റെ ആ ഫ്ലാറ്റ് തുടങ്ങിയപ്പോഴും ഞാനുണ്ടായിരുന്നു. അന്ന് ഇന്നസെൻ്റ് ഏട്ടൻ ഒരു ഫ്ലാറ്റ് എടുത്തിരുന്നു. അപ്പോൾ ഇന്നസെൻ്റ് ഏട്ടൻ ഞങ്ങളുടെ അമ്മയുടെ പ്രസിഡൻ്റ് ആയിരുന്നു. എൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം പറഞ്ഞു വെള്ളം കിട്ടണടാന്ന് പറഞ്ഞു. ഞാൻ അപ്പം തന്നെ വിളിച്ച് പറഞ്ഞു. അപ്പം തന്നെ ഇന്നസെൻ്റ് ഏട്ടൻ എടാ എനിക്കൊരു കിണർ കുഴിച്ച് വന്നിട്ടുണ്ടോ, വെള്ളം ചോദിച്ചപ്പോൾ കിണർ തന്നെന്ന് പറഞ്ഞു. അതിനുശേഷം അത് 5 യൂണിറ്റ് എടുത്തില്ല, ഇവിടെ 5 എടുത്തു. ഇപ്പോൾ ഇന്നും ഇടിച്ചു പൊളിച്ച് വന്നിട്ടുണ്ടായിരുന്നു ഇന്നസെൻ്റ്, നമ്മുടെ പുതിയ ഇന്നസെൻ്റ് സോണറ്റ് എൻ്റെ മകനായിട്ടുള്ള വീണ്ടും എടുത്തിരിക്കുകയാണ്. എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെയുള്ള ആൾക്കാർ തന്നെയാണ് കൂടുതലും ഇതിലേക്ക് വന്നിരിക്കുന്നത്. അതിൽ തന്നെ ഒരു സത്യസന്ധതയും വിശ്വാസമുണ്ട്. അത് ഈ ബിൽഡേഴ്സിൻ്റെ ഗുണം തന്നെയാണ്. പാലാട്ടികൾ ഒരു സ്ഥലത്തും മോശമാവാറില്ല. ബസ് സർവീസ് ഉണ്ടായിരുന്നു, ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് എൻജിനീയേഴ്സ് ഉണ്ട്. ഞാൻ മാത്രമാണ് സിനിമയിലേക്ക് വഴിതെറ്റിപ്പോയത്. വഴിതെറ്റിപ്പോയി എന്ന് പറയുന്നില്ല, പക്ഷെ ഒരാളും കൂടി ഇപ്പോൾ പാലാട്ടി കുടുംബത്തിൽ നിന്ന് സിനിമയിലേക്ക് ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ ഉണ്ടാ കൊച്ചി. മുൻ ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ, KCE ലിമിറ്റഡ് ചെയർമാൻ MP ജാക്സൺ, നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് KR വിജയ, കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ U പ്രദീപ് മേനോൻ, ടൗൺ ജുമാ മസ്ജിദ് ഇമാം കബീർ മൗലവി, ഇൻഫാന്റ് ജീസസ് വികാരി ഫാദർ ജോസ് പാലാട്ടി, മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പിള്ളി തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഈ ബിൽഡിങ്ങിന്റെ പണി പൂർത്തിയാക്കുന്നതിന് സഹകരിച്ച എല്ലാവരോടും ആത്മാർത്ഥമായി നന്ദി പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്.
2021 മാർച്ചിൽ നിർമ്മാണം തുടങ്ങി 2023 തന്നെ പണി പൂർത്തിയാക്കിയ ഈ സമുച്ചയം വളരെ മനോഹരമായി പൂർത്തിയാക്കുവാൻ ഒരു അപകടവും കൂടാതെ, ആർക്കും ഒരു അപകടം കൂടാതെ ഇത് മനോഹരമായി പൂർത്തിയാക്കുവാൻ ഒരു തടസ്സങ്ങളുമില്ലാതെ പൂർത്തിയാക്കുവാൻ സഹായിച്ച നമ്മൾ ദൈവത്തോട് ഭയഭക്തിയോടെ നന്ദി പറയുന്നു. മാനേജിംഗ് ഡയറക്ടർ വർഗീസ് പാലാട്ടി ചടങ്ങിന് നന്ദി പറഞ്ഞു. ചടങ്ങിൽ വെച്ച് അപ്പാർട്ട്മെന്റുകൾ സ്വന്തമാക്കിയവർക്കുള്ള താക്കോൽദാനവും നിർവഹിച്ചു. നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ എഞ്ചിനീയർമാരെ ചടങ്ങിൽ മൊമെന്റോ നൽകി ആദരിച്ചു. ഇരിങ്ങാലക്കുട SN സ്കൂളിന് സമീപത്തായി നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്ന ഓർക്കിഡ് ഹൈറ്റ്സിൽ എല്ലാവിധ അത്യാധുനിക സംവിധാനങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. 2 BHK 3 BHK ഫ്ളാറ്റുകളാണ് ഒരുക്കിയിട്ടുള്ളത്. 5ഓളം സ്കൂളുകളും 2 പ്രൊഫഷണൽ കോളേജുകളും ആരാധനാലയങ്ങളും ആശുപത്രികളും ഏറ്റവും അടുത്തു തന്നെ ഉണ്ട് എന്നത് ഓർക്കിഡ് ഹൈറ്റ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. 2 നിലകൾ പൂർണ്ണമായും കാർ പാർക്കിംഗ് സൗകര്യം, സ്വിമ്മിംഗ് പൂൾ, റീക്രിയേഷൻ ഹാൾ, ചിൽഡ്രൻസ് പാർക്ക്, ജിംനേഷ്യം, ക്ലബ്ബ് ഹൌസ്, 24 മണിക്കൂറും സെക്യൂരിറ്റി സിസ്റ്റംസ്, പൈപ്പ് ലൈൻ ഗ്യാസ്, പരിധിയില്ലാതെ കുടിവെള്ളം, വൈദ്യുതി ബാക്കപ്പ്, സോളാർ പാനൽ സിസ്റ്റം തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്. നഗരത്തിൽ തന്നെ ശാന്തമായ അന്തരീക്ഷത്തിൽ പ്രകൃതി ഭംഗി ആസ്വദിച്ച് താമസിക്കാൻ ഓർക്കിഡ് ഹൈറ്റ്സ് നല്ലൊരു ചോയ്സാണ്. ഓരോ അപ്പാർട്ട്മെന്റുകളും സജ്ജമാക്കിയിരിക്കുന്നത് ഏറ്റവും ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ കൊണ്ട് മാത്രം. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 3 പീടിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ കുതിരാനിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച അപകടം, ഒരാൾ മരിച്ചു, 5 പേർക്ക് പരിക്കേറ്റു. മോഷണക്കേസിൽ റിമാൻഡിലായ പ്രതിയെ കൂടുതൽ അന്വേഷണത്തിനായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. 3 മോഷണ കേസുകൾ കൂടി തെളിഞ്ഞു. കുന്നംകുളം കേച്ചേരി മത്തനങ്ങാടിയിൽ വീട്ടിൽ കയറി അമ്മയെയും മകനെയും ആക്രമിച്ച കേസിൽ 4 പേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.